ഹലോ മോനെ, കൈയുടെ കാര്യം ഡോക്ടർ എന്താ പറഞ്ഞത്? കൈയുടെ കാര്യമാ. ഒടിവില്ല, പക്ഷെ പുറകുവശം അനങ്ങാതിരിക്കല്ലേ. കൈ മാത്രമല്ല സുജാതെ, ശരീരം മൊത്തം അവര് തല്ലിച്ചതച്ചായിരുന്നു. ആന്റി, നിത്യ ഹരി വന്ന വിവരം അറിഞ്ഞപ്പോ അവൾ അങ്ങോട്ട് ഓടിപ്പോന്നതാ. പക്ഷെ ജീവൻ തടഞ്ഞു. ഹരിയുടെ കേസിന്റെ കാര്യം പറഞ്ഞ തടഞ്ഞത്. പിന്നെ പെണ്ണ് കേസല്ലേ. ഏതായാലും എന്റെ മോന്റെ തലയെ ചാർത്തി കൊടുത്ത ബഹുമതി കൊള്ളാം. ഇതുകൊണ്ടൊക്കെ എല്ലാ കാലത്തും ജയിക്കുന്നൊരു ധാരണ അവനുണ്ടേ. പക്ഷേ അവനെ കാത്തിരിക്കുന്ന വിധി ചെറുതൊന്നും ആയിരിക്കില്ല. സുജാ നോയിക്കോ. ഹരി, നിന്നോടും നിത്യയോടും എനിക്കൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. അവൻ നിങ്ങളെ അകറ്റാൻ നോക്കും, കൊല്ലാൻ നോക്കും. ആ ഭീഷണിയുടെ മുൻപില് മനസ്സ് തളർന്നു പോയാ നിങ്ങള് സ്വയം ഇല്ലാതാവും. തളർന്നു പോയിന്ന് ആന്റിയോട് ആരാ പറഞ്ഞത്? JR അവന് ചെയ്യാൻ പറ്റുന്നൊക്കെ അവൻ ചെയ്യട്ടെ ആന്റി. കയ്യും കാലും തല്ലി ഒടിക്കുകയല്ല, വെട്ടിയരിഞ്ഞ് മാറ്റിയാ പോലും എന്റെ മനസ്സിന് ഒരു തളർച്ചയും സംഭവിക്കില്ല. ഞാൻ ഇറങ്ങി തിരിച്ചത് അവനെ പൂട്ടാനാണെങ്കിൽ അത് പൂട്ടിയിട്ടേ ഞാൻ ഇറങ്ങും. ശരിയാ, നമ്മുടെ കയ്യിൽ പണമില്ല. കൂടെ നിന്ന തൊഴിലാളികളിൽ എത്ര പേര് കൂടെ നിൽക്കുമെന്ന് ഉറപ്പുമില്ല. പക്ഷെ ഞാനത് വിട്ടുകൊടുക്കില്ല ആന്റി. JRനെതിരെയുള്ള യുദ്ധം നടത്താൻ ഞാൻ ഒറ്റയ്ക്ക് മതി ആന്റി. അതിനിടയിൽ അവൻ എന്നെ കൊന്നാ പോലും എനിക്ക് യാതൊരു കുഴപ്പമില്ല. അപ്പൊ നിനക്ക് അങ്ങനെയൊക്കെ പറയാൻ അറിയാല്ലേ? ഈ ചിന്തയോടാണ് നീ നിൽക്കുന്നെങ്കിൽ അവൻ ആരെയും തൊടുകയല്ല, അല്ലേ സുജാതെ? സുജാതെ, നിത്യോടും കൂടെ പറഞ്ഞേക്ക്. അവളും ഇതുപോലെ മനോബലം കാണിച്ചാലേ ആ ജയാറെ അവൻ തോറ്റ് തലകുനിക്കും. ഹരി, നിത്യയെ കണ്ട് പരിചയപ്പെട്ട അന്ന് മുതൽ ഞാൻ ജീവിക്കുന്നത് അവൾക്ക് വേണ്ടി മാത്രം. അവളെ ദ്രോഹിക്കുന്നത് ജീവനായാലും രഘുവേട്ടനായാലും അവരെല്ലാവരും എന്റെ ശത്രുക്കളാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ പരസ്പരം കാണാതിരിക്കേണ്ടി വരും. അതിന്റെ പേരിൽ കരയേണ്ടി വന്നാലും